ഒടുവിലത് സംഭവിക്കുന്നു. ആയിരക്കണക്കിന് പട്ടാളക്കാർ ഇറാനിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് കരയുദ്ധം. ഇതിനെക്കുറിച്ച് പത്രം പറയുന്നത് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കുമെന്നാണ്. പക്ഷെ അതത്ര എളുപ്പമാണോ എന്നുള്ള കാര്യവും പത്രം സംശയം പ്രകടിപ്പിക്കുന്നു. ഇറാന്റെ ഡ്രോണുകൾ, മിസൈലുകൾ, ഗ്രൗണ്ട് ഫയർ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് വേണം ഈ കര യുദ്ധത്തിനായി ഇറങ്ങുന്ന US മറീനുകൾക്ക് മുന്നേറാനായിട്ട്. ഈ ലക്ഷ്യം തങ്ങൾക്ക് 3 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഈ യുദ്ധത്തിൽ നാറ്റോയും പങ്കെടുക്കും എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 2500 US മറൈനുകൾ ഇപ്പോൾ തന്നെ ഈ ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ് ഇതാദ്യമായി പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നു. ഇതിന്റെ ഇടയിൽ ഇറാനിയൻ പത്രങ്ങളെല്ലാം തന്നെ വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് വരുന്നവരെല്ലാം ശവപ്പെട്ടിയുമായി വരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. നിങ്ങളുടെ നാശം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. നമുക്കറിയാം, കരയുദ്ധത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരയുദ്ധത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.